വീട്ടിൽ നിറയെ ഇരുമ്പാമ്പുളി ഉണ്ടായിട്ട് അതൊക്കെ കൊഴിഞ്ഞു പോവാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം കുറേ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചുണ്ടാക്കി കൊണ്ടുവന്നതാണ് ആ ഒരു പുളിമരം. എന്നിട്ട് അത് കായ് ഉണ്ടായിട്ട് ഒന്നിനും ഉപയോഗിക്കാതെ അതങ്ങനെ കൊഴിഞ്ഞു പോകണം കണ്ടപ്പോഴാണ് ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചത്. ഏട്ടൻ ഇപ്രാവശ്യം ഗൾഫിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കുന്നത് കേട്ടോ. അത് സക്സസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുപ്പി കാലിയാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വട്ടം നമ്മുടെ വീട്ടിൽ ഇരുമ്പാമ്പുളി അച്ചാറിടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിൽപ്പ് നിൽക്കുന്നത്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, വേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയുടെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കയ്യിലേക്കാണ് ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ട് കൊടുത്തത്. അതായത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിരിയമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയും ഐറ്റംസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മസാലയ്ക്ക് വേണ്ടിയിട്ട്. പുളി ആയതുകൊണ്ട് തന്നെ വിനാഗിരി ഒഴിക്കുമ്പോൾ ഇത്തിരി കൺട്രോൾ ചെയ്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കേടാവാതിരിക്കാൻ എന്തായാലും നമ്മൾ വിനാഗിരി ഒഴിക്കാതെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ അച്ചാർ ചിലപ്പോൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. ചൂടായി വന്നിട്ടുള്ള മസാലയിലേക്ക് ഞാൻ നമ്മുടെ പുളിയും കൂടെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കുറച്ച് നാൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അതിനുശേഷം ഉപയോഗിക്കുക. അത് ഏത് അച്ചാറാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. മധുരമായിട്ടുള്ള കറികൾ കഴിക്കാനും മധുരമായിട്ടുള്ള അച്ചാർ കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു അച്ചാർ ഇഷ്ടമാവും കേട്ടോ. കാരണം ഞാൻ ഇതിൽ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ടാണെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ഒപ്പിക്കാം.